എനിക്ക് നിന്നെ കൊല്ലാൻ ഏതാനും നിമിഷം മതി എന്നൊരു സ്ത്രീയോട് പറയാണ്. ആര്? ഒരു തിരഞ്ഞെടുക്കപ്പെട്ട MLA, ഒരു പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്ന ഞാൻ വിചാരിച്ചത്, ഞാൻ വിഡ്ഢിയായതുകൊണ്ട് വിചാരിച്ചതാ. ആരോപണം വന്നപ്പോ രാജിവെക്കേണ്ടതാണ് അദ്ദേഹം. കാരണം അതിന് തെളിവ് അദ്ദേഹം കുറ്റവാളിയാണോ? കുറ്റവാളിയാണെന്ന് ഞാൻ പറയാം. എന്താ കാരണം? എനിക്ക് തെളിവൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ആരോപണം പോലും അദ്ദേഹം നിഷേധിച്ചില്ല. വന്ന ഓഡിയോ ക്ലിപ്പ് ഞെട്ടിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംഭവം UDF-ന് തിരിച്ചടിയായി എന്നുള്ളതാണ്. തിരിച്ചടിയാവും. അത് 140 മണ്ഡലങ്ങളിലും അതിന് മറുപടി വരേണ്ടി വരും. അപ്പൊ ആ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു. അദ്ദേഹം നിയമസഭാ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി. അദ്ദേഹം പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ നിന്ന് തന്നെ 6 മാസത്തേക്കോ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് രാജിവെക്കുകയാണ്. രാജിവെച്ചില്ല. അപ്പൊ ആ രാജിവെക്കാതിരുന്നപ്പോ എന്തായി? ഇപ്പൊ ഇവരുടെ കൂട്ടത്തിൽ നേരത്തെ തന്നെ വിൻസെന്റിനെ പറ്റി ഇങ്ങനെ ആരോപണമുണ്ട്. എൽദോസ് രാജിവെച്ചിട്ടില്ല, വിൻസെന്റ് രാജിവെച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഇവർ മുകേഷ് രാജിവെക്കണമെന്ന് ഇവർ പറയല്? അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും നിഷേധിച്ചില്ല, രാജിവെച്ചില്ല. എന്നിട്ടൊരു വെല്ലുവിളി മാതിരി അദ്ദേഹം നിയമസഭയിൽ വരികയാണ്. ആലോചിച്ച് നോക്കൂ, ജനങ്ങളോടുള്ള വെല്ലുവിളി അത്.